എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നിഫ്റ്റി ഹൈയിൽ ഓപ്പണായി, അതിനുശേഷം കുറച്ച് ഹൈയിൽ പോയി. നിഫ്റ്റി ഏകദേശം 22,650 റേഞ്ചിൽ ഓപ്പണായി, അതിനുശേഷം ഈ ഹൈ 22,767 പോയി. അതിനുശേഷം ഒരു 2 മണിയൊക്കെ ആറായപ്പോഴത്തേന് പെട്ടെന്നൊരു ഹൈ മൂവ്മെൻറ്റ് വന്നു. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് ആ സമയത്ത് കിട്ടി. അതിനുശേഷം തിരിച്ച് ഇറങ്ങി ഏകദേശം ഫ്ലാറ്റായിട്ടാണ് നിഫ്റ്റി ക്ലോസിങ്, അതായത് 0.17% മാത്രം മൈനസിൽ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു. അതിനുശേഷം അതേ ലെവലിൽ ഏകദേശം ഇച്ചിരി പ്ലസ്സിൽ ട്രേഡ് ആയിക്കൊണ്ടേ ഇരുന്നിട്ട് ഒരു 2 മണിയൊക്കെ ആകുന്ന സമയത്തിന് നല്ലൊരു ഹൈ മൂവ്മെൻറ്റ് വന്നിട്ട് തിരിച്ചിറങ്ങി ഫ്ലാറ്റായിട്ട് ഏകദേശം 0.06% മാത്രം മൈനസിൽ ക്ലോസ് ആയിട്ടുണ്ട്. പിന്നീട് വേൾഡ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനെല്ലാം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവാണ് കാണിക്കുന്നത്. വലിയ ഹെവി ഡൗൺ ട്രെൻഡ് കാണിക്കുന്നില്ല. 0.5% അതിൽ താഴെയൊക്കെ മൈനസാണ് കാണിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റെല്ലാം കുഴപ്പമില്ലാതെ കുറച്ച് പ്ലസ്സിലായിരുന്നു. ഇനി നാളെ നമ്മുടെ മാർക്കറ്റിന് അവധിയാണ്. അപ്പോൾ നാളത്തെ വേൾഡ് മാർക്കറ്റിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും അടുത്ത ദിവസത്തിൽ നമ്മുടെ ഒരു ഇൻഡെക്സിൻ്റെ പെർഫോമൻസൊക്കെ. അപ്പോൾ നമുക്ക് നാളെ ഫ്രൈഡേയിൽ നമുക്ക് ട്രേഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഷെയർ നോക്കാം. നമുക്ക് ഏകദേശം 20 ഷെയറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെറിയ മൈനസിലാണ്. ഇത് സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഈ ഹൈ രണ്ടും അടിച്ചിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിൽ ഇന്നത്തെ റേറ്റ് നോക്കുക. ഇന്നത്തെ ആ റേഞ്ച് വന്നിട്ട് ഇന്നത്തെ ഹൈ അത്, അല്ലെങ്കിൽ സ്പോട്ടിൽ നോക്കിയാൽ സ്പോട്ടിൽ ഇത് ഹൈ അടിച്ചിട്ട് തിരിച്ച് ഇന്നത്തെ ഈ ഹൈയുടെ താഴെ വരുമ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ചാൻസ് എടുക്കാം. നമ്മൾ 20 ഷെയറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ 20 ഷെയറിൽ ഈ ടോപ്പിൽ കിടക്കുന്ന ഷെയർസിനകത്തായിരിക്കും കൂടുതൽ ചാൻസ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് JNK ഇന്ത്യ, ഇത് ഇന്ന് ലിസ്റ്റായ ഷെയറാണ്. നാളെ ഇത് വീണ്ടും ഒരു അപ് ട്രെൻഡ് കാണിക്കുവാണെങ്കിൽ ഈ ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. അതല്ല എങ്കിൽ ഈ R1 റേഞ്ചിൽ പോയിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹിസാർ മെറ്റലും ഈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇറങ്ങാൻ വേണ്ടിയുള്ളത്. ഇത് JSFB എന്ന് പറയുന്നത്, ഇത് ഒരു നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഇതിന്ന് ഹൈയിൽ പോയി ക്ലോസിങ് വന്നേക്കുന്നത്. 20% അപ്പ് സർക്യൂട്ട് അടിച്ചേക്കുമായിരുന്നു, അപ്പർ സർക്യൂട്ട് അടിച്ചേക്കുമായിരുന്നു. അതും ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ R2 വന്നിട്ട് തിരിയുവാണെങ്കിലായിരിക്കും ഏറ്റവും നല്ല ചാൻസ്. ഒരു 5-6% അപ്പോൾ R2 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലിഖിത എന്ന് പറയുന്ന ഷെയർ, അതും ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. BF യൂട്ടിലിറ്റീസ് ഒന്നുകിൽ ഈ ഹൈ, അതല്ല എങ്കിൽ ഈ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ 2 റേഞ്ചിൽ നിന്ന് എവിടെ നിന്നാണോ തിരിയുന്നത് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇനി നാളെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഷെയർ ഈ REC ലിമിറ്റഡാണ്. ഈ REC ലിമിറ്റഡിനകത്ത് നമുക്ക് നാളെ എനിക്ക് തോന്നുന്നത് ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഇറങ്ങാൻ സാധ്യത കിട്ടുമെന്നാണ് തോന്നുന്നത്. അതുതന്നെയല്ല, അതിൻ്റെ ഓൾ ടൈം ഹൈ 524. അപ്പോൾ ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഏറ്റവും നല്ല ചാൻസ് ഈ റേഞ്ചിൽ നിന്നായിരിക്കും. അതല്ല 512 മുകളിൽ പോയിട്ട് 11 താഴോട്ട് ഇറങ്ങുവാണെങ്കിലും നല്ല രീതിയിൽ ഒരു ഇറക്കം എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന് അതിൻ്റെ റിസൾട്ട് വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ അത് ഇറങ്ങിയിട്ട് കുറച്ച് കയറി കാണിച്ചു. അതിനകത്ത് ആൾക്കാർ ഷോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം അത് പിന്നീട് തിരിച്ച് കയറി വന്ന് ഹൈ അടിച്ചത്. എന്തായാലും അടുത്ത ദിവസം ഏറ്റവും നല്ല ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഷെയർ ഈ REC ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള ഷെയർ ഞാൻ പറയുന്ന രീതി കിട്ടുവാണെങ്കിൽ ഓക്കെ. ഈ ഗോകെക്സ് എന്ന് പറയുന്ന ഷെയർ ഈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കുക. R1 R2 റേഞ്ചിൽ നിന്നൊക്കെ നല്ല ചാൻസ് ആയിരിക്കും തിരിയുവാണെങ്കിൽ കിട്ടുന്നത്.
ജസ്റ്റ് ഡയൽ നോക്കി ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നത് 1200 റേഞ്ചിൽ പോയിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിലേ ഉള്ളൂ നല്ലൊരു ചാൻസ് ജസ്റ്റ് ഡയലിനകത്ത്. PFC 453 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ ഓക്കെ എടുക്കാം. ഈ ലക്സ് ഇൻഡസ്ട്രീസ് അത് ASM ലിസ്റ്റിലാണ് ആ ഷെയർ, അപ്പോൾ അത് അധികം ശ്രദ്ധിക്കേണ്ട. പിന്നെ എൻട്രി എടുക്കാൻ പറ്റുന്നവർക്ക് ചെറിയ ക്വാണ്ടിറ്റി ചാൻസ് എടുക്കാം. ഉഷ മാർട്ടിൻ എന്ന് പറയുന്ന ഷെയർ R1 395, ഉഷാൻ്റെ ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 394.50. അപ്പോൾ ഇതൊരു 400 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ 2 റേഞ്ചും കട്ട് ചെയ്ത് താഴെ വരുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും ഇറങ്ങാൻ സാധ്യതയുള്ളൊരു ഷെയറാണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയ ഷെയർ ഒന്ന് ഉഷ മാർട്ടിൻ, ഒന്ന് REC ലിമിറ്റഡ്, അതുപോലെ ഗ്രീവ്സ് കോട്ടനകത്തും എനിക്ക് തോന്നുന്നത് ഈ 150 റേഞ്ച് വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ്. അതല്ല R1 റേഞ്ച് വന്നിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ R1 ഈ പ്രീവിയസ് ഡേ ഹൈ ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് താഴോട്ട് തരാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഇവിടെ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടേക്കാം ഏതൊക്കെ ഷെയർ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഷെയർ ഏതൊക്കെയാണെന്ന്. REC, ഉഷ മാർട്ടിൻ, ഗ്രീവ്സ് കോട്ടൺ, ഇതൊക്കെ നല്ല ഹെവി വോളിയത്തിൽ ട്രേഡാകുന്ന ഷെയറുകൾ, അപ്പോൾ അതിനകത്തൊക്കെ നല്ല ചാൻസ് ആയിരിക്കും. പിന്നീട് ഈ തേജസ് നെറ്റ് എനിക്ക് തോന്നുന്നത് ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. സ്വാൻ എനർജിയും അതുപോലെ ഈ ആവറേജിന് കൂടി പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ഈ മാർക്ക് ചെയ്ത ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഷെയറിനകത്തും ചാൻസുകൾ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് എൻട്രി ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾ മാക്സിമം എപ്പോഴും എൻട്രി ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ്, ആ ഇടങ്ങളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം ട്രേഡ് എടുക്കാൻ. അതുപോലെ നമ്മൾ എടുത്തിരുന്ന ഷെയറുകളെന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ് അത് എടുത്ത് നോക്കട്ടെ. നമ്മൾ 14 ഷെയർ എടുത്തിട്ടുള്ളതിൽ 7 ഷെയർ നല്ല വൺ സൈഡ് മൂവ്മെൻറ്റും തന്നു. അത് 2-3 ഷെയർ വന്നിട്ട് നല്ല രീതിയിൽ മുകളിലും താഴെ 2-3 പ്രാവശ്യമായിട്ടൊക്കെ ചാൻസ് വന്ന ഷെയറുകളുണ്ട്. നമുക്കൊരു 3-4 ഷെയർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ഒരു ഷെയർ തേജസ് നെറ്റ് എന്ന് പറയുന്ന ഷെയർ. തേജസ് നെറ്റ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുവാണെങ്കിൽ 1925 വരെ എൻട്രി എടുത്താൽ നമുക്ക് 1704, അതായത് 20 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇത് ഈ CPR സപ്പോർട്ട് എടുത്ത് നേരെ വൺ സൈഡ് മൂവ്മെൻറ്റ് മേപ്പോട്ട് കയറിപ്പോയി. അത് R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്ത് ഇറങ്ങി. നമ്മൾ ഈ 1179 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് 1132, അതായത് 40 രൂപയ്ക്ക് മുകളിൽ നമുക്ക് രണ്ടാം പ്രാവശ്യം പ്രോഫിറ്റ് തരുന്നുണ്ട്. അതുപോലെ JCHC എന്ന് പറയുന്ന ഷെയർ, ഇതും ഓപ്പണിങ് ഫ്ലാറ്റായിട്ട് വന്നു, നേരെ പോയി അതിനുശേഷം R1 അടിച്ച് ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 1311, ആ റേഞ്ച് 1110 അല്ലെങ്കിൽ ഒരു റേഞ്ചിലെടുത്താൽ നമുക്ക് 1259 റേഞ്ചിലുണ്ട്, അതായത് 50 രൂപയുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ ഇവിടെ ചാൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ലോയിഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഷെയർ ചെറിയ ഷെയറാണ്, നല്ല ചാൻസാണ് അതിൽ. ലോയിഡ് എഞ്ചിനീയറിംഗ് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങി. നമ്മൾ 72, 50, 40 റേഞ്ചിൽ എൻട്രി എടുത്താൽ 68 വരെ വരുന്നുണ്ട്. ഏകദേശം 4 രൂപ, ചെറിയ ഷെയറിനകത്ത് 4 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ ശിവാലിക്ക് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 അടിക്കാതെ തിരിച്ചിറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 693 വരെ എൻട്രി എടുത്താൽ അടുത്തൊരു ഇതിൽ തന്നെ 70 രൂപ വരെ, അതായത് 23 രൂപ താഴെ വരുന്നുണ്ട്. അതിനുശേഷം വൺ സൈഡ് താഴോട്ട് തന്നെ പോയി ലാസ്റ്റിൽ 657 വരെ വരുന്നുണ്ട്. ഏകദേശം 30 രൂപയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശിവ മിൽസ് എന്ന് പറയുന്നൊരു ഷെയർ.
ശിവ മിൽസ്. അത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലടിച്ചു 115 വരെ അടിച്ചു. അതിനുശേഷം ഇവിടെ കാട്ടിയ 110 താഴെ നമ്മൾ എടുത്താൽ 109 രൂപ. ലാസ്റ്റിൽ അത് 100 രൂപയ്ക്ക് അടുത്ത് ഏകദേശം 10 രൂപ അത്രയും ചെറിയ ഷെയറിനകത്ത് നല്ല രീതിയിൽ അതിലും ഇമ്പ്രൂവ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജാംന ഓട്ടോ എന്ന് പറയുന്ന ഷെയർ. ജാംന ഓട്ടോയും ഓപ്പണിങ് എന്നിട്ട് ഇവിടെ ഇത് കണ്ടായ ഒരു കണ്ടില്ല ഇവിടം വരെ അടിക്കുന്നുണ്ട് 144. പക്ഷേങ്കിൽ നമ്മൾ 142.70 6 ഇഞ്ച് എടുത്താൽ നമുക്ക് 142 139 സംതിങ്. ലാസ്റ്റിലത് 138. അതായത് ഒരു 5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം JKIL എന്ന് പറയുന്ന ഷെയർ. JKIL ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ ഇവിടം വരെ വരുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇത് കട്ട് ചെയ്തായിട്ട് 690 റേഞ്ചിൽ നിന്ന് എടുക്കാനും പറ്റത്തുള്ളൂ. 690 എടുത്താൽ നമുക്ക് 669 ഏകദേശം 20-22 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ട്രേഡിങ്ങിൽ. പിന്നെ നാളത്തെ ട്രേഡിങ്ങിന്, അതായത് ഫ്രൈഡേയിലെ ട്രേഡിങ്ങിന് നമ്മൾ എടുത്ത് വെച്ച ഷെയറുകൾ ഇതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ ഷെയറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. REC ലിമിറ്റാണ് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ട്രേഡിന് ചാൻസ് നോക്കുന്നത്. ഈ ഉഷാമാർട്ടിനകത്ത് ഞാൻ നോക്കും, ചാൻസ് കിട്ടുന്ന ബാക്കി ഷെയറിനകത്ത് നോക്കും. ഏറ്റവും നല്ല ചാൻസ് ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസം എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.